ഇന്ന് ഇവിടത്തെ ഫംഗ്ഷന് നിങ്ങൾ വരുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ ഞാൻ എന്റെ കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത്. ഈ ബാഗിൽ ഇരിക്കുന്നത് പ്രൊഡക്റ്റ് അല്ല കേട്ടോ. ഒരു പ്രൊഡക്റ്റിന് 2 മാർക്ക്. 1, 2, 3, 4, 5, 6. ഇന്ന് എനിക്ക് കുറെ മാർക്ക് അങ്ങ് കിട്ടും. ശ്വേത ചേച്ചി, നമ്മുടെ ഫ്ലോറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ഫ്ലോർ ക്ലീനർ. ഇതുകൊണ്ട് ഫ്ലോറിലെ അഴുക്ക് മാത്രമല്ല, ഇവരെല്ലാം പറയുന്ന ചെളിയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഇപ്പൊ പ്രത്യേകിച്ചുള്ളത് ഒരു മുളക് പൊടിയാ. അത് നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിനല്ല, ചില കാബാലികന്മാരുടെ കണ്ണിലിടാനാ. വല്ലാത്ത ഭാരം. ഞാനേ കഴിഞ്ഞ ആഴ്ച ഈ വീട്ടിൽ വന്നായിരുന്നു. നിങ്ങളൊക്കെ ഇപ്പൊ എന്നെ കണ്ടപ്പോ എങ്ങനെ സ്വീകരിച്ചത്? നല്ല ചിരിച്ച മുഖത്തോടെ. ആ ഫ്രണ്ടിലിരിക്കുന്ന അമ്മച്ചി എന്നെ കണ്ട ഉടനെ ഉണങ്ങാനിട്ട റബ്ബർ ഷീറ്റും കൊട്ടപ്പാക്കും എടുത്തോണ്ട് ഒരു ഓട്ടം. പിന്നെ ഇവരുടെ കൊട്ടപ്പാക്ക് വിറ്റിട്ട് വേണല്ലോ എനിക്ക് കൊട്ടാരം പണിയാൻ. അല്ല പിന്നെ ചേച്ചി, നമ്മള് ആൺകുട്ടികൾക്ക് കല്യാണത്തിന് മുമ്പും പെൺകുട്ടികൾക്ക് കല്യാണത്തിന് ശേഷവും അത്യാവശ്യമായി വേണം എന്ന് തോന്നുന്നൊരു സാധനമാണ് ഒരു ജോലി. ചെറുതിലെ എന്റെ ആഗ്രഹം അതായിരുന്നു, ഒറ്റക്കാലി നിക്കണോന്നുള്ളത്. പക്ഷേ ചുരിദാറിന്റെ പാന്റ് ഇടുമ്പോഴല്ലാതെ ഒറ്റക്കാലി നിൽക്കാൻ എനിക്ക് ഇന്ന് വരെ പറ്റിയിട്ടില്ല. അതിന്റെ പ്രധാന കാരണം എന്റെ വീട്ടുകാരാ. പെൺകുട്ടികൾക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലി ആയതുകൊണ്ട് അവരെനിക്ക് പറക്കാൻ ചിറകൊക്കെ തന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് ഈ പരുന്തിന്റെ ഒക്കെ സൈസ് ചിറകാണെങ്കിൽ എനിക്ക് കിട്ടിയത് വീട്ടിലെ കോഴിക്കും താറാവിനൊക്കെ ഉള്ള പോലത്തെ ചിറക. വീട്ടുവളപ്പിന്ന് വല്ലപ്പോഴും പൊങ്ങി പുറലോകം കാണുക, താഴുക, അത്രയേ ഉള്ളൂ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. അതുകൊണ്ട് +2 കഴിഞ്ഞ് പുറത്ത് പഠിക്കാൻ പോയപ്പോ നമുക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും. ആ സമയത്ത് പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന 2 ചെടികളാണ്. ഒന്ന് ആ ഒറ്റയ്ക്ക് പോകുന്ന പെണ്ണ് എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു നന്മ മരവും, മറ്റൊന്ന് അതെന്റെ അവസരമാന്ന് പറയുന്ന ഒരു മരവാഴയും. ഈ രണ്ടും എന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവരെ ഫോളോ ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് എന്റെ പഠിത്തം നിർത്തി. സത്യം പറഞ്ഞ പ്രേരണ പോയിട്ട് പേരെന്നാന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ അതിലൊരു ചേട്ടൻ എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്. ഒരു 6-6 അടി പൊക്കം, വെളുത്ത മുടി, വെളുത്ത നിറം, ചുരുണ്ട മുടി, പിന്നെ ചിരിക്കുമ്പോ ഈ കവിളിലൊരു നുണക്കുഴി, പിരികത്തിന്റെ ഇവിടെയായിട്ടൊരു മറുക്. നമ്മളെ ഒന്നും ശ്രദ്ധിച്ചല്ലോ കേട്ടോ ശ്രീവിദ്യയെ, നമ്മളിത് വല്ലതും ശ്രദ്ധിക്കുവോ? പക്ഷെ എന്റെ വീട്ടുകാർ ശ്രദ്ധിച്ചു. അങ്ങനെ എന്റെ അമ്മയുടെ സുഹൃത്തും എന്റെ വഴിമുടക്കിയുമായ അയലത്തെ സുശീലാന്റിയുടെ നിർദ്ദേശപ്രകാരം എന്റെ പഠിപ്പ് നിർത്തി PSC ക്ലാസ്സിന് കൊണ്ട് ചേർത്തു. ഈ സുശീലാന്റിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ എനിക്ക് നല്ല പേര് കിട്ടിയാലേ എന്റെ വീട്ടുകാർ ഹാപ്പി ആവുള്ളൂ. പക്ഷെ ഈ ആന്റിയുടെ സ്വഭാവം എങ്ങനെയാന്ന് അറിയോ ചേച്ചി? ഞങ്ങളുടെ വീട്ടിലെ കോഴിക്ക് വരെ പുള്ളിക്കാരിയെ പേടിയാ. 6 മണിക്ക് മുമ്പ് കൂട്ടി കയറിയില്ലെങ്കിലോ അപ്പുറത്തെ വീട്ടിലെ പൂവനുമായിട്ട് കൊത്തിപ്പറക്കുന്നതോ കണ്ട ആ കോഴിക്ക് വരെ അവിഹിതം എന്ന് പറയും. ഇവരെ പേടിച്ച് എന്റെ പെടക്കോഴി ഇപ്പൊ മുട്ട പോലും ഇടാറില്ല. ഇവരൊരു ജോത്സ്യനാണോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജോത്സ്യന്മാര് ജാതകം നോക്കിയിട്ട് ഭാവിയിൽ രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് പറയും. ഇവര് പെൺകുട്ടികൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കിയിട്ട് ഭാവിയിൽ വഴിതെറ്റി പോവോ ഇല്ലയോ എന്ന് പറയും. 80 വയസ്സായ എന്റെ അമ്മൂമ്മ റൗക്കായിട്ടിരിക്കുന്നതിന് അമ്മയോട് ചെന്ന് പറയാ, തള്ളയുടെ പോക്കത്ര ശരിയല്ല. അങ്ങനെ PSC ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം എന്ന് പറഞ്ഞവളുമാരൊക്കെ അവിടെയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പവറേ. നമുക്കൊക്കെ ഈ കളക്ടർക്ക് മുതൽ പ്രധാനമന്ത്രിക്ക് വരെ കത്തെഴുതാൻ അറിയാം, പക്ഷെ പോസ്റ്റ് ഓഫീസ് എവിടെയെന്ന് അറിയില്ല. ബാങ്ക് കോച്ചിങ്ങിന് പോയി ബാങ്ക് എക്സാം എഴുതാൻ അറിയാം, ബാങ്കിൽ ചെന്നൊരു ഫോം പൂരിപ്പിക്കാൻ അറിയില്ല. എന്തിന്? ജോലി വേണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി വേണം, ആധാർ കാർഡ് വേണമെങ്കിൽ മൊബൈൽ നമ്പർ വേണം, മൊബൈൽ എടുക്കണമെങ്കിൽ ആധാർ കാർഡ് വേണം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? അങ്ങനെ PSC ക്ലാസ്സിൽ ചെന്നപ്പോണ്ട് ആദ്യത്തെ ചോദ്യം, രാഘവന്റെ ചേട്ടന്റെ അനിയന്റെ ഭാര്യയുടെ മോളാണ് രമയെങ്കിൽ രമയും അപ്പുറത്തെ വീട്ടിലുള്ള സതീശനും തമ്മിലുള്ള ബന്ധം എന്ത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആലോചിച്ചാൽ തന്നെ ഞാൻ വഴിതെറ്റി പോകും. അതുകൊണ്ട് ഞാൻ ആലോചിക്കാൻ നിന്നില്ല. വേറൊരു തരം ചോദ്യമാണ്, ഒരുത്തൻ 5 ലിറ്റർ പാലിൽ 10 ലിറ്റർ വെള്ളം ചേർക്കുന്നു, മറ്റൊരുത്തൻ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു. ഇതൊക്കെ എന്നോട് നിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സാറ് പറയാ, നിങ്ങൾക്ക് പ്രശ്ന പരിഹരണ ശേഷിയും സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാനാണ്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ സാറിന്റെ ക്ലാസ്സിൽ വന്ന് ഇരിക്കുവോ? ഇമാതിരി PSC പഠിച്ച പിൻവാതിൽ നിയമനം പോയിട്ട് മതിൽ ചാടിപ്പോലും ഒരു നിയമനം കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പഠിപ്പം നിർത്തി. അപ്പോൾ ഉടനെ തന്നെ വീട്ടുകാർ എന്നെ പിടിച്ച് കെട്ടിച്ചു. അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതം സ്വപ്നം കണ്ട എനിക്ക് കിട്ടിയത് ഒരു സാമ്പത്തിക ജീവിതമായിരുന്നു. ഞാൻ പുള്ളിയെ കെട്ടിയത് കുടുംബിനിയായിട്ട് ജീവിക്കാനാണെങ്കിൽ പുള്ളി എന്നെ കെട്ടിയത് കുടുംബശ്രീന്ന് ലോൺ എടുക്കാനാ. ആ ലോണാണ് ഇപ്പൊ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബശ്രീന്ന് മാത്രമല്ല, കിട്ടാവുന്നതൊക്കെ പുള്ളി ലോൺ എടുത്തിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഈ ലോകം മുഴുവൻ നിന്റെ കൈ കൊണ്ട് തരുമെന്ന്. എന്നിട്ട് എനിക്ക് തന്നത് 2 പിള്ളേരെ. ചോദിച്ചപ്പോ പറയാ,
മക്കളല്ലേടി നമ്മുടെ ലോകം. പിന്നെ ഞാൻ ലോകത്തെക്കുറിച്ച് ചോദിക്കാൻ നിന്നില്ല. അതുപോലെ കല്യാണത്തിന് മുമ്പ് റേഷൻ കടയിൽ ചെന്നാൽ പോലും മിനിമം 50 രൂപയ്ക്ക് മിഠായി മേടിക്കുന്ന എന്നെ ലുലു മാളിൽ കൊണ്ടുപോയിട്ട് 5 രൂപയുടെ മുട്ടായി പോലും വാങ്ങിക്കാതെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് സ്വന്തമായിട്ട് ജോലിയും പൈസയുള്ളതിന്റെ വില എനിക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് ഞാൻ ജോലി അന്വേഷിച്ചു. ഇപ്പതേ ഇവിടെ എത്തി. ഈ ആണുങ്ങൾ ജോലിക്ക് പോകുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത്. ആണുങ്ങൾക്ക് ഒറ്റ ഷിഫ്റ്റേ ഉള്ളൂ, പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. രാവിലെ വീട്ടിലെ പണി മോർണിംഗ് ഷിഫ്റ്റ്, അത് കഴിഞ്ഞ് റെഗുലർ ഷിഫ്റ്റ് ജോലിക്ക് പോയെടുത്ത പണി, വീണ്ടും തിരിച്ചു വന്ന് നൈറ്റ് ഷിഫ്റ്റ് വീട്ടിലെ പണി, ഇതിന് പുറമെ ചില ദിവസം ഓവർ ടൈമും. ഒരു ഫ്രീ വൈഫൈ പോലെയാണ് പലരും വൈഫിനെ ട്രീറ്റ് ചെയ്യുന്നത്. പരമാവധി ഊറ്റും. വൈഫൈക്ക് വരെ ഒരേ സമയം 3 ഡിവൈസേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വൈഫിന് വീട്ടിലെ എല്ലാ ഡിവൈസും കൺട്രോൾ ചെയ്യണം. ഈ ജോലി തിരക്കിനിടയ്ക്ക് ഭർത്താവിനെ ഒന്ന് സഹായിക്കാൻ വിളിച്ച അമ്മ പറയും, ഞാൻ എൻ്റെ മോനെ കഷ്ടപ്പെട്ട് വളർത്തിയതാ, പൊന്നുപോലെ നോക്കിയതാന്ന്. പിന്നെ ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ അമ്മമാര് ഫ്ലിപ്കാർട്ടിൽ ഓഫർ സെയിലിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണല്ലോ. ഈ ഭർത്താക്കന്മാർ ഓഫീസിൽ പോകുന്നത് ഒരു 30 സെക്കൻഡ് റീല് പോലെയാണെങ്കിൽ നമ്മൾ ഓഫീസിൽ പോകുന്നത് ഒരു മെഗാ സീരിയൽ പോലെയാ. ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ ചെല്ലുമ്പോൾ സാറ് പറയും, വർക്കിൽ ഫോക്കസ് ചെയ്യുന്നു. എങ്ങനെ ഫോക്കസ് ചെയ്യും? കണ്ണടച്ചാ തേങ്ങയും മാങ്ങയും തക്കാളി ഒക്കെയാണല്ലോ ഓർമ്മ വരുന്നത്. സാറ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എന്നും HR എന്ന് പറയുമ്പോൾ അച്ചാർ എന്നൊക്കെ എനിക്ക്. ശരിക്കും പറഞ്ഞാ ഞങ്ങളെ പോലുള്ളവരുടെ ജീവിതം ഉണ്ടല്ലോ, ഈ ദൃശ്യം സിനിമയിലെ വരുണിന്റെ ക്യാരക്ടർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളില്ലാതെ കഥ മുന്നോട്ട് പോവോ? ഇല്ല. നമുക്ക് വല്ല റോളുണ്ടോ? അതും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയാന്ന്. എന്നല്ല, സ്ത്രീകളെക്കാൾ കുറച്ചുകൂടി ശക്തരാവേണ്ടത് പുരുഷന്മാരാ. ഈ ശക്തിയല്ല, ഈ ശക്തി. പുരുഷന്മാർക്ക് മനസ്സിന് കട്ടി കുറവാ. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മായിയുടെ മൂക്കുത്തി കളഞ്ഞു പോയിട്ട് പുള്ളിക്കാരി കല്ല് പോലെ നിന്ന്. അതേ ദിവസം അമ്മാവന്റെ മൂക്കൂടി കാണാനില്ലെന്നും പറഞ്ഞ് 5 വയസ്സായ കുഞ്ഞിനെ പോലെ നെഞ്ചത്തടിച്ചാണ് കരഞ്ഞത്. കഴിഞ്ഞ വർഷം ടൂറിന് ചെന്നപ്പോ കോവളം ബീച്ചിലെ മദാമ്മമാരൊക്കെ ചുരിദാർ ഇട്ടോണ്ട് വന്നു എന്ന് വെച്ച് പുള്ളിക്കാരൻ 6 മാസം ഡിപ്രഷനിലായിരുന്നു. ഈ ആണുങ്ങളുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തും, പക്ഷേ അലക്കിയിട്ട് അവന്റെ നിക്കർ എവിടെയെന്ന് കണ്ടെത്തണമെങ്കിൽ സ്വന്തം അമ്മയോ ഭാര്യയോ വരണം. എന്തിനേറെ പറയുന്നു, ലോകത്തെ എല്ലാ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാവും, പക്ഷെ കൂടെ താമസിക്കുന്ന സ്വന്തം ഭാര്യയുടെ മനസ്സ് പലപ്പോഴും അറിയണമെന്നില്ല. ഞങ്ങളിങ്ങനെ പരാതിയും പരിഭവവും പറയുമെങ്കിലും എല്ലാ ജോലിയും അങ്ങ് ചെയ്യും. ശമ്പളം ഇല്ലെന്ന് വെച്ച് വീട്ടിലെ ജോലിക്ക് ഒരു കുറവുമില്ല, ശമ്പളം തന്നില്ലെങ്കിലും രാജിവെച്ച് പോകത്തുമില്ല. പക്ഷെ ഞാൻ ഈ ജോലി രാജിവെക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാരും ഓരോ പ്രൊഡക്റ്റ് വെച്ച് അങ്ങ് എടുക്കണം. അപ്പൊ എങ്ങനാ ഓരോ പ്രൊഡക്റ്റ് അങ്ങ് എടുക്കട്ടെ? വേണ്ടേ? താങ്ക് യു. അടിപൊളിയായിരുന്നു ലിയ. ശരാശരി സ്ത്രീകളുടെ പച്ചയായ ജീവിതമായിരുന്നു പറഞ്ഞത്. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. നല്ലതായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻസിഡന്റ് ലിയ പറഞ്ഞത് ഐ തിങ്ക് എവിടേക്കോ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാം. സ്പെഷ്യലി അയൽവക്കത്തെ സ്ത്രീകളുടെ പറ്റി പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും എവിടേക്കോ അത് അനുഭവിച്ച ഒരു കാര്യം. അവരെ തൃപ്തിപ്പെടുത്തുക, അല്ലാതെ അവരുടെ കാര്യങ്ങൾ അവർ വന്ന് പറയണ കാര്യങ്ങൾ നമ്മുടെ പേരൻസ് അതിന് വേണ്ടി യുനോ ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ടീച്ചേഴ്സ് ഡേന്റെ ദിവസം നമ്മൾ സാരി ഉടുത്ത് സ്കൂളിൽ പോവില്ലേ, അതിന് കണ്ടിട്ട് നമ്മുടെ നെയ്ബർ ആന്റി വന്നിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഷൂ എന്ത് സുന്ദരിയാണ്, കല്യാണം കഴിപ്പിക്കാനല്ലേ തോന്നുന്നു അല്ലേ എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, പോയിട്ട് നീ നല്ല ഡ്രസ്സ് ഇട്. അന്ന് എനിക്ക് തോന്നിയതാണ് എന്തൊരു ഒരു നമ്മളൊരു ഡ്രസ്സ് മാറി പിടിച്ച അപ്പോൾ അതിനൊരു അഭിപ്രായം ഉണ്ടാവും. അതൊക്കെയാണ് ഞാൻ ഓർത്തത്. ലിയ ബ്യൂട്ടിഫുൾ ഒബ്സർവേഷൻ, ജീവിതത്തിന്റെ ഒരു ഒബ്സർവേഷൻ ലിയ സൂപ്പർബായിട്ട്. എല്ലാ സ്ത്രീകളും നമ്മൾ കളിയാക്കല്ല, അത് ഓരോ കാര്യങ്ങളും ഭയങ്കര സ്മൂത്തായിട്ട് എവിടേക്കോ നമ്മളെ ചിന്തിപ്പിക്കാനുള്ള ഒരു ലിയ നമ്മളെ വിട്ടു. ചേച്ചി ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് ജീൻസ് ഇടുന്ന ടീമിലുള്ള ആളാണ് ഞാൻ. അതായത് ആദ്യമായിട്ട് നാട്ടിലിടുന്നത് നമ്മളാണ്. അപ്പം ആദ്യമായിട്ട് ജീൻസ് ഇട്ടിട്ട് അപ്പം ഇത്രയ്ക്കുള്ള ടോപ്പാണ് ഇടുക. അപ്പം അത് പ്രശ്നമാണെന്നും പറഞ്ഞ് വീട്ടിലിങ്ങനെ എല്ലാവരും വന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് എനിക്ക് ക്യാബിൻ ക്രൂ ആണെന്ന് പറഞ്ഞ് ഏവിയേഷന് ജോയിൻ ചെയ്തപ്പോൾ എല്ലാവരുമായിട്ട് നാട്ടുകാരൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പാണ്. ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു, ചെറിയ സ്കേർട്ട് ഇടണം, അതിനേക്കാളും മോശം പെൺകുട്ടികൾക്ക് വരാനൊന്നുമില്ല എന്നും പറഞ്ഞ് എന്നെ പഠിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അവസാനം എൻ്റെ അച്ഛൻ പഠിക്കാൻ അയച്ചു. സിനിമയിലേക്ക് വന്നപ്പോൾ എൻ്റെ നാട്ടുകാരെല്ലാവരും അല്ല കേട്ടോ, ചിലര് ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചിലർ വന്നിട്ട് പറഞ്ഞു, ഇനി നശിക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും നശിച്ചല്ലോ, ജീൻസ് ഇട്ടപ്പോ ഒരിക്കൽ അപ്പൊ പിന്നെ നോക്കണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ വീട്ടുകാർ കുറച്ചുകൂടെ അവർക്ക് അത്രയും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അതിനും വിട്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര പ്രൗഡാണ്. പക്ഷെ ഞാൻ ലിയ ഒരു കാര്യം പറയാം, ജീവിതത്തിൽ സ്ത്രീകളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഏറ്റവും
ബ്യൂട്ടിഫുൾ ആയ ഉത്തരം എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്. നമുക്ക് പേരും പ്രശസ്തിയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും ജനങ്ങളാണെങ്കിലും നമ്മുടെ അയൽവക്കത്തെ ആൾക്കാരും എല്ലാം അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതുവരെയ്ക്കും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഞണ്ട് പോളിസിയാണ്. എങ്ങനെ വലിക്കാൻ പറ്റും അതാണ്. സോ എന്തായാലും ലിയ, വെൽക്കം അഗൈൻ ടു കോമഡി മാസ്റ്റർ. ലിയ അടിപൊളിയായിരുന്നു. ലിയ ഇനിയും ഇതുപോലത്തെ റിലേറ്റബിൾ ടോപ്പിക്സ് ആയിട്ട് വരണം. കാരണം ഇങ്ങനത്തെ ചില കാര്യങ്ങളെ നമുക്ക് അവിടെ ഇവിടെ ഇല്ലാണ്ട് പറയാൻ പറ്റുന്നത് ലിയയിലൂടെയാണ്.